മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. 3 നേതാക്കൾക്കും സ്വീകാര്യമായ ഒരു ഫോർമുല തയ്യാറാക്കിയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. 3 പേരെയും അനുനയിപ്പിക്കാൻ പാകത്തിലുള്ള ഫോർമുല എന്താകും? സാധ്യതകൾ എന്തൊക്കെയാണ്? ആദിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദിൽ, ഇതിലൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, ആര് മുഖ്യമന്ത്രി എന്നുള്ളത്. ഒരാൾക്കല്ലേ മുഖ്യമന്ത്രിയാകാൻ സാധിക്കുകയുള്ളൂ. ഇനി ടേം വ്യവസ്ഥ ഒരുപക്ഷെ പ്രാബല്യത്തിൽ വരുമോ, അതോ ഉപമുഖ്യമന്ത്രി ഉണ്ടാകുമോ? ഇങ്ങനെ പല സാധ്യതകളാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. പക്ഷെ ഒരൊറ്റ കാര്യമാണ്, അവിടെ ഒരു സമവായം ഉണ്ടാകണം. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. സമവായം ഉണ്ടായിക്കൊണ്ടുള്ള ഫോർമുലകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 2 ടേം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയില്ല. 3 പേരും പിന്നോട്ട് പോകുന്നില്ല എന്ന ഘട്ടത്തിൽ എന്തൊക്കെയാവും ഹൈക്കമാൻഡിന് മുന്നിലെ സാധ്യതകൾ എന്നുള്ളതാണ്. 3 പേരെയും മുഖ്യമന്ത്രിയായാൽ എന്തൊക്കെ സംഭവിക്കാം എന്ന സാധ്യതയാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ സാധ്യത രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശൻ ഉപമുഖ്യമന്ത്രിയാവുകയും ധനകാര്യം കൈകാര്യം ചെയ്യുകയും ചെയ്യും. മുഖ്യമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തല തന്നെയാകും ആഭ്യന്തര വകുപ്പും ചുമതല വഹിക്കുക. കെ.സി. വേണുഗോപാലാട്ടെ AICC ജനറൽ സെക്രട്ടറിയായി ദില്ലിയിൽ തുടരും എന്നുള്ളതാണ് ഒരു ഫോർമുലയായി മുന്നിലുള്ളത്. മറ്റൊന്ന് കെ.സി. മുഖ്യമന്ത്രിയായാൽ എന്താകും എന്നതാണ്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2ാമത്തെ കോൺഗ്രസിലെ മന്ത്രിയായി മാറും. വി.ഡി. സതീശൻ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന 3ാമനായി മാറും എന്നുള്ളതാണ് ഒരു സാധ്യതയായി. 2ാമത്തെ സാധ്യതയായി ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ളത്. 3ാമത്തെ സാധ്യത അതൊരു വിദൂര സാധ്യതയാണ്. വി.ഡി. സതീശൻ ഇനി അഥവാ മുഖ്യമന്ത്രിയായി വന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. കെ.സി. വേണുഗോപാൽ ദില്ലിയിൽ AICC ജനറൽ സെക്രട്ടറി സംഘടനാകാര്യ ചുമതലയോടെ രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി തന്നെ തുടരും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരില്ല. ക്യാബിനറ്റ് പദവിയുള്ള പുറത്തു നിന്നുള്ള പദവിയുള്ള മറ്റേതെങ്കിലും സ്ഥാനം വഹിച്ച് കേരളത്തിൽ തുടരാനുള്ള സാധ്യത. അങ്ങനെ 3 സാധ്യതകളാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. ഇതിൽ വളരെ പ്രധാനം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരികയും കെ.സി. വേണുഗോപാൽ ദില്ലിയിൽ തുടരുകയും വി.ഡി. സതീശൻ ധനകാര്യം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും 3 വന്നാലും നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന ഘട്ടമാണിത്. വലിയ പുറത്ത് പ്രതിഷേധത്തിലേക്കും പരസ്യ പ്രകടനത്തിലേക്കും പോകില്ലെങ്കിലും വലിയ അമർഷം നേതാക്കൾക്ക് എന്ത് തീരുമാനമായാലും മറ്റു 2 നേതാക്കൾക്ക് മുഖ്യമന്ത്രിയാകാൻ അവസരം ലഭിക്കാത്ത നേതാക്കൾക്കുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതെങ്ങനെയും അവരെ പറഞ്ഞു മനസ്സിലാക്കി സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തി പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഈ ഫോർമുല അവതരിപ്പിക്കാനുള്ള നീക്കമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇന്നോ നാളെയോ തന്നെ തീരുമാനം വരികയും ചെയ്യും. മാധു, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. A മുതൽ Z വരെ എല്ലാ അക്ഷരമാല ക്രമത്തിലുമുള്ള പ്ലാനുകൾ തയ്യാറാക്കി ഹൈക്കമാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കി നോക്കുന്നുണ്ട്. അതിൽ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എവിടെയൊക്കെയാണ് സമവായത്തിനുള്ള സാധ്യത ഉണ്ടാകുന്നത് എന്നതൊക്കെ ചർച്ചാ വിഷയമാണ്. എന്തായാലും 2 നേതാക്കൾ ദില്ലിയിൽ തുടരുകയാണ്. 2 നേതാക്കൾ കേരളത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു.